ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി കേക്കില്ലേ, അതാട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായി സ്റ്റൗവിൽ വെക്കാം. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ഒഴിച്ചിട്ടോ, ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെയാണ് സവാള ഇടേണ്ടത്. സവാള ഇട്ട് നന്നായിട്ട് വഴച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് മുളക്, മഞ്ഞൾ പൗഡർ, ഉപ്പ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല പൗഡർ എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണേ. അതിൻ്റെ വീഡിയോ അതിന് മിക്സായി പോയിട്ടുണ്ട്, അതുകൊണ്ടിട്ട് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു ബോണസ് പീസ് ഇല്ല, ഇത് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് വേവിച്ചതാട്ടോ. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ചെയ്താൽ മതി. ഇതിൻ്റെ പീസസ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് കറി ലീവ്സും ഇട്ട് കൊടുക്കണേ. അതുപോലെ ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചപ്പിൻ്റെ പീസസ് ആളൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചപ്പിനൊക്കെ ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ഇത് തണുത്തതിന് ശേഷമാണ് ഇത് റെഡിയാക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കഴിയുന്നതും ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ നല്ലത് കേട്ടോ. ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാനുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുട്ടയില്ലേ, ഒരു 5 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഒരു പാത്രത്തിലേക്ക്. പിന്നെ വേണ്ടത് പാലില്ലേ, അതും തിളപ്പിച്ചതിന് ശേഷം അത് തണുക്കാൻ വെക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഒരു കപ്പ് പാലില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇല്ലേ, അതുപോലെ അരിച്ചെടുത്തതാട്ടോ. അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഇട്ടതിന് ശേഷം മിക്സ് ചെയ്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണ്ടതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വേണ്ടത് സൺഫ്ലവർ ഓയിലില്ലേ, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 കപ്പോളം അല്ലെങ്കിൽ കുറച്ച് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 കപ്പിൽ താഴെ കേട്ടോ. പിന്നെ വേണ്ടത് ഇതില്ലേ ഇറച്ചിൻ്റെ മിക്സ്, അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. തണുത്തതിന് ശേഷം കേട്ടോ അത് ചെയ്യാൻ പറ്റും. നല്ല ചൂടോടുക്ക് ചെയ്യരുത്, കുറഞ്ഞൊരു തണുപ്പാവണം. കുറഞ്ഞ ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് ആ ചൂടിൽ ഇട്ട് കൊടുക്കേണ്ട. കുറഞ്ഞ ചൂട് ഇതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുക. എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യേണ്ട, ഇതുപോലെ ചെയ്താൽ മതി. കുറച്ച് ഇതിലിട്ടിട്ട് അത് മിക്സ് ചെയ്യാം. പിന്നെ അതുപോലെ കുറച്ച് ക്വാണ്ടിറ്റിയും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യേണ്ട, ഇതുപോലെ ചെയ്താൽ മതി. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി സ്റ്റൗവിൽ ഒരു കടായി വെക്കാം. അതിൻ്റെ താഴെ ഒരു തട്ട് വെക്കുന്നത് നന്നായിരിക്കും, അടി പിടിക്കാതിരിക്കാം. പിന്നെ സിമ്മിലായിട്ടാണ് വേവിക്കേണ്ടത്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്ക് ചുറ്റി കൊടുക്കാം. ഇതിലേക്ക് ബാറ്ററില്ലേ ഒഴിച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഒരു ലെവലാക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ ചപ്പ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വേവിച്ചെടുക്കാം. ഇതുപോലെ വേവിച്ചെടുക്കണേ. പിന്നെ 30, 35, 40 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് വേവും. 30 മിനിറ്റ് ആയൊന്ന് ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് മറിച്ച് ഇതുപോലെ മറിച്ചിട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ ടേസ്റ്റ് ചെയ്യാം. സിമ്പിളായിട്ടില്ല ഇറച്ചി കേക്ക് റെഡിയായി. ഇത് കഴിക്കാനും ടേസ്റ്റാണ്, അതുപോലെ കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ.
അത് ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.